സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകൾക്കാണ് മുന്നറിയിപ്പ്. കോഴിക്കോട് ഐക്കരപ്പടിയിൽ മണ്ണിടിച്ചിലുണ്ടായി. അതേസമയം മലങ്കര ഡാമിലെ ഷട്ടറുകൾ തുറന്നു. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഷട്ടറുകൾ ഉയർത്തിയത്. കൂടാതെ തൃശ്ശൂരിലെ വെള്ളക്കെട്ടിൽ വിശദീകരണം തേടുമെന്ന് ജില്ലാ കലക്ടർ VR കൃഷ്ണതേജ വ്യക്തമാക്കി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അഖിൽ പാലൂട്ടുമടം, കോഴിക്കോട് നിന്നും ദിഷ്ണ, പത്തനംതിട്ടയിൽ നിന്നും മിഥുൻ മുരളി, തൃശ്ശൂരിൽ നിന്നും മനോജ്, ഇടുക്കിയിൽ നിന്നും സുബിൻ തോമസ് എന്നിവർ ചേരുകയാണ്. ആദ്യം മിഥുൻ മുരളിയിലേക്ക്. മിഥുൻ, പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും കനത്ത മഴ തന്നെയാണോ തുടർന്നുകൊണ്ടിരിക്കുന്നത്? ഒപ്പം വെള്ളക്കെട്ടും രൂക്ഷമാണോ? ഈ മഴയും വെള്ളക്കെട്ടുമൊക്കെ എത്രത്തോളം ജനജീവിതത്തെ ദുസ്സഹമായി ബാധിച്ചിട്ടുണ്ട്? KP, ഇന്നലെ ഉച്ച മുതൽ ആരംഭിച്ച മഴ തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രിയിലും കനത്ത മഴയാണ് പത്തനംതിട്ടയുടെ വിവിധ ഭാഗങ്ങളിൽ ലഭിച്ചത്. പത്തനംതിട്ട നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലും ആറന്മുള, തിരുവല്ല, ഏനാദിമംഗലം, കോന്നി, റാന്നി തുടങ്ങിയ മേഖലകളിലെല്ലാം ശക്തമായ മഴയാണ് ഇന്നലെ ഉച്ച മുതൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രിയിലും തുടർച്ചയായ മഴ ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസം റെഡ് അലേർട്ട് മുന്നറിയിപ്പ് ആയിരുന്നെങ്കിൽ കൂടി പത്തനംതിട്ട ജില്ലയിൽ നിന്നും മഴ കുറച്ച് മാറി നിൽക്കുന്ന കാലാവസ്ഥയായിരുന്നു. ഇടയ്ക്ക് വെയിൽ തെളിയുന്ന കാലാവസ്ഥയും കഴിഞ്ഞ 2 ദിവസങ്ങളിൽ പത്തനംതിട്ടയിൽ അനുഭവപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ രൂക്ഷമായ പ്രശ്നങ്ങളിലേക്ക് റെഡ് അലേർട്ട് മുന്നറിയിപ്പ് നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിതീവ്ര ജാഗ്രതാ മുന്നറിയിപ്പോടുകൂടി ആളുകൾ കഴിഞ്ഞുകൂടി പോകുന്ന സാഹചര്യത്തിൽ തന്നെ അത്ര ആശങ്കയ്ക്ക് വകവെൽക്കുന്ന കാര്യങ്ങളൊന്നും പത്തനംതിട്ടയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. അത്ര വലിയ പ്രശ്നങ്ങളൊന്നും, ഗുരുതര പ്രശ്നങ്ങളൊന്നും തന്നെ പത്തനംതിട്ടയിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. പക്ഷേ കാലാവസ്ഥ ഇന്ന് യെല്ലോ അലേർട്ട് നിലനിൽക്കുന്ന ഇന്ന് മാറി മറിയുകയാണ്. രാവിലെ മുതൽ തന്നെ കനത്ത മഴ പെയ്യുകയാണ്. ഞാൻ നിൽക്കുന്നത് ആറന്മുള സത്രക്കടവിൽ പമ്പാ നദിയുടെ തീരത്താണ്. പമ്പാ നദിയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നദികളൊന്നും തന്നെ കരകവിഞ്ഞ് ഒഴുകുന്ന സാഹചര്യത്തിലേക്ക് ഇതുവരെ വഴിമാറിയിട്ടില്ല. കാരണം ഇന്നലെ രാത്രി മുതലാണ് ഈ കനത്ത മഴ പത്തനംതിട്ട ജില്ലയിൽ തുടർച്ചയായി പെയ്യാൻ തുടങ്ങിയത്. നദികൾ തുടർച്ചയായ മഴ ലഭിച്ചാൽ മാത്രമേ നദികൾ കരകവിഞ്ഞ് ഒഴുകുന്ന സാഹചര്യത്തിലേക്ക് മാറുകയുള്ളൂ. പത്തനംതിട്ട ജില്ലയിൽ ഒരിടത്തും വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യങ്ങളോ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് ഇതുവരെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യങ്ങളോ ഇതുവരെ വന്നിട്ടില്ല. നിലവിൽ 44 പ്രശ്നബാധിത മേഖലകളാണ് ജില്ലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. റാന്നി, കോന്നി, സീതത്തോട്, ചിറ്റാർ മേഖലകളാണ് ഈ പ്രദേശങ്ങളിൽ കൂടുതലും. സീതത്തോട്, ചിറ്റാർ മേഖലയിൽ തന്നെ 15 പ്രശ്നബാധിത മേഖലകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഭാഗങ്ങളിലെല്ലാം ക്യാമ്പുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. റെഡ് അലേർട്ട് മുന്നറിയിപ്പ് വന്നതിനോട് തൊട്ട് ചേർന്ന് തന്നെ ക്യാമ്പുകളും സജ്ജമാക്കിയിരുന്നു. ഏത് നിമിഷം വേണമെങ്കിലും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളും. ഈ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ മുൻകരുതൽ നടപടികളും ബന്ധപ്പെട്ടവർ സ്വീകരിച്ചിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട അല്ലെങ്കിൽ ജനജീവിതം അത്രത്തോളം ദുസ്സഹമായ ഒരു സാഹചര്യവും പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇല്ല, അല്ലേ? KP, അങ്ങനെ തന്നെയാണ്. തുടർച്ചയായ മഴ ലഭിച്ചാൽ മാത്രമാണ് പത്തനംതിട്ട ജില്ലയിൽ കൂടുതൽ മഴക്കെടുതികൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുകയുള്ളൂ. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ചെറിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിലും മഴ മാറി നിൽക്കുന്ന കാലാവസ്ഥ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതുകൊണ്ട് തന്നെ ആ വെള്ളം തന്നെ ഇറങ്ങിപ്പോകുന്ന സാഹചര്യത്തിലേക്ക് അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വഴിമാറുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ മാറി നിന്നു എന്ന് മാത്രമല്ല, മണിക്കൂറുകളോളം വെയിൽ ഉദിക്കുന്ന കാലാവസ്ഥയും ഉണ്ടായി. അതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിലും അടൂർ, പന്തളം, ആറന്മുള തുടങ്ങിയ ഭാഗങ്ങളിലെ റോഡുകളിലാണ് ചെറിയ രീതിയിലെങ്കിലും വെള്ളക്കെട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ രൂപപ്പെട്ടത്. ചില ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ഇന്ന് രാവിലെ വരെ റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ആറന്മുള ഭാഗങ്ങളിലൊക്കെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ എത്തുമ്പോൾ ആ വെള്ളം തനിയെ ഇറങ്ങിപ്പോകുന്ന സാഹചര്യത്തിലേക്ക് വഴിമാറുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ മാത്രമാണ് ചില പ്രദേശങ്ങളിലെങ്കിലും ഉള്ളത്. പത്തനംതിട്ട നഗരത്തെ സംബന്ധിച്ചിടത്തോളം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ കുറവ് ലഭിച്ചതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിലും വെള്ളക്കെട്ട് അധികം അങ്ങനെ രൂപപ്പെട്ടിട്ടില്ല. ഇനി മഴ കൂടുതൽ ശക്തമാകുന്ന കാലാവസ്ഥയാണെങ്കിൽ വരും മണിക്കൂറുകളിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വെള്ളക്കെട്ടുകൾ രൂപപ്പെടും. വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടാകും. ആറന്മുള, പന്തളം തുടങ്ങിയ ഭാഗങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറും. റാന്നി, കോന്നി, സീതത്തോട്, ചിറ്റാർ തുടങ്ങിയ മേഖലകളിൽ തുടർച്ചയായ മഴ ലഭിച്ചാൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ടാകും. അതൊക്കെ പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. മുൻ വർഷങ്ങളിലെ അനുഭവങ്ങളും അത് തന്നെയാണ് സാക്ഷ്യപ്പെടുന്നത്. പെട്ടെന്ന് അപകട ഭീഷണി ഉണ്ടാകുന്ന പ്രദേശങ്ങളാണ് ഈ മലയോര മേഖലകൾ. ആ മേഖലകളിൽ അപകട ഭീഷണി കൂടുതലായിട്ടുണ്ടാകും. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പമ്പാ നദിയുടെ തീരത്താണ്. പമ്പാ നദി കരകവിഞ്ഞൊഴുകുന്ന ഒരു നദിയും കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യത്തിലേക്ക് വഴിമാറിയിട്ടില്ല. നദികളുടെ തീരത്ത് താമസിക്കുന്ന ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണം എന്നുള്ള മുന്നറിയിപ്പ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്നത് നദികളിലെല്ലാം ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്, പക്ഷേ അപകട ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിലേക്ക് വഴിമാറിയിട്ടില്ല എന്ന് തന്നെയാണ്. അതുതന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. ഒഴുക്കുണ്ട് പമ്പാ നദിയിൽ, പക്ഷേ കലങ്ങി മറിഞ്ഞ് ഒഴുകുന്ന സാഹചര്യത്തിലേക്ക് ഈ പമ്പാ നദിയിലെയും ജലനിരപ്പ് മാറിയിട്ടില്ല. അത് കൂടുതൽ മഴ ശക്തമായി കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥ മാറി കലങ്ങി മറിഞ്ഞ് നദി കൂടുതൽ ശക്തമായി ഒഴുകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറും. അങ്ങനെ
തന്നെ നദി കരകവിഞ്ഞൊഴുകിയാൽ സമീപ പ്രദേശങ്ങളിലെ റോഡുകളടക്കം വെള്ളക്കെട്ട് രൂപപ്പെട്ടും വെള്ളപ്പൊക്കം ഉണ്ടാകും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാത്തത് നദികൾ കരകവിഞ്ഞൊഴുകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറാത്തത് കൊണ്ട് മാത്രമാണ്. മഴ തുടരുകയാണ്. കനത്ത മഴയാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ രാവിലെ മുതൽ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കെ പി പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്. എന്നാൽ ജനങ്ങളെ ദുസ്സഹമാക്കുന്ന പ്രയാസമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും മുൻകരുതൽ നടപടികൾ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി കോഴിക്കോട് നിന്നും ദിസ്ന സുരേഷ് ചേരുകയാണ്. ദിസ്ന, കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മഴയ്ക്ക് അല്പം ശമനമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഈ ഐക്കരപ്പടിയിലടക്കം മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. വ്യാപകമായ കൃഷിനാശവും പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുമുണ്ടല്ലേ? തീർച്ചയായും കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ രാത്രി മുതൽ കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴയായിരുന്നു ഉണ്ടായിരുന്നത്. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ ശക്തമായി തന്നെ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ജില്ലയിൽ വലിയൊരു നാശനഷ്ടം തന്നെയാണ് പറയാൻ സാധിക്കുക. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ, പ്രത്യേകിച്ച് താമരശ്ശേരി, ബാലുശ്ശേരി, പന്തരങ്കാവ് മുതലായ സ്ഥലങ്ങളിലൊക്കെ തന്നെയും, മുക്കം മുതലായ സ്ഥലങ്ങളിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ മാവൂരിൽ വാഴ കൃഷികളൊക്കെ നശിച്ച് കർഷകരൊക്കെ തന്നെയും വലിയൊരു ദുരിതത്തിൽ തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ എടുത്തു പറയാനുള്ളത്, ഇന്നലെ താമരശ്ശേരിയുടെ വിവിധ ഭാഗങ്ങളിൽ ദേശീയപാതയിൽ അടക്കം തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ആളുകളെയൊക്കെ മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ജില്ലയിൽ 4 കൺട്രോൾ റൂമുകളാണ് നിലവിൽ തുറന്നിട്ടുള്ളത്. കൂടാതെ തന്നെ വലിയൊരു നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തെങ്കിലും മഴയിൽ മരണമൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. കല്ലായി പുഴയും ചാലിയാർ പുഴയും അടക്കം കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്നലെ താമരശ്ശേരിയിൽ വീട്ടിലെ വീട്ടുമതിൽ ഇടിഞ്ഞ് കാറിന് മുകളിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആർക്കും തന്നെ ആളപായം ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് കല്ലായി പുഴയുടെ സമീപത്താണ്. കല്ലായി പുഴയൊക്കെ തന്നെയും കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. കെ പി എന്തായാലും കടൽ തീരത്തുള്ളവർക്കടക്കം ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ വെള്ളം കയറുന്ന പ്രദേശത്ത് നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുവാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ മഴയ്ക്ക് ശമനമുണ്ട്. നേരിയ രീതിയിൽ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും വെള്ളക്കെട്ട് പൂർണ്ണമായും മാറിയിട്ടില്ല നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ ഇന്നലെ ദിശ പറഞ്ഞതുപോലെ തന്നെ ഈ വെള്ളക്കെട്ടിന് ഇപ്പോഴും ശമനമായിട്ടില്ല അല്ലേ? കാരണം കഴിഞ്ഞ ദിവസം ഈ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് അടക്കം വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നഗരത്തിലെ പല മേഖലകളും വെള്ളക്കെട്ടിനടിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പം മഴ കുറഞ്ഞ ഒരു സാഹചര്യത്തിൽ ആ വെള്ളക്കെട്ടിന് കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ ശമനമുണ്ടായിട്ടുണ്ടോ? വെള്ളക്കെട്ടിന് ഇപ്പോൾ കുറച്ച് രീതിയിൽ ശമനമുണ്ടായി, നേരിയ രീതിയിൽ ശമനമുണ്ടായി എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത് കെ പി. എന്നാൽ ചില പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിൽ, ബാലുശ്ശേരി മുതലായ പ്രദേശങ്ങളൊക്കെ തന്നെയും ഇപ്പോഴും വെള്ളത്തിനടിയിൽ തന്നെ മൂടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നെന്മണ്ട ചീക്കിലോട് ഒരു പ്രദേശത്ത് വീട് തകർന്നു വീഴുന്ന ഒരു അവസ്ഥയുണ്ടായി. വീടിനകത്ത് വയോധികയും 4 മക്കളും മാത്രമാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് അവരെ രക്ഷപ്പെടുത്തി വരുന്ന ഒരു സാഹചര്യമൊക്കെ നിലവിലുണ്ടായി. നമുക്ക് അറിയാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ രാത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ തന്നെയും രോഗികൾ മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. താൽക്കാലികമായി രോഗികളെ മാറ്റേണ്ടതില്ല എന്നതായിരുന്നു ആശുപത്രി സൂപ്രണ്ടിനോട് നമ്മൾ വിളിച്ചപ്പോൾ ആശുപത്രി സൂപ്രണ്ട് നമ്മൾക്ക് തന്ന ഒരു മറുപടി എന്ന് പറയുന്നത് ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട ആവശ്യമില്ല എന്നൊരു കാര്യമാണ്. ഇന്നലെ രാത്രി തന്നെ ഈ വെള്ളം പമ്പ് ചെയ്ത് മാറ്റുവാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്ന വിവരം അനുസരിച്ച് മെഡിക്കൽ കോളേജിലെ വെള്ളം പൂർണ്ണമായും പമ്പ് ചെയ്ത് മാറ്റി എന്നതാണ്. അതായത് ഏറ്റവും കൂടുതൽ പ്രസവം അല്ലെങ്കിൽ ഡെലിവറി നടക്കുന്ന മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആളുകളൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് അവിടെ അറിയിച്ചിരുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കെ പി. ഏറ്റവും കൂടുതൽ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം മഴ വന്നാലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ദേശീയപാതയിൽ അല്ലെങ്കിൽ റോഡുകളിൽ അടക്കം വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു എന്നതാണ്. അശാസ്ത്രീയമായ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളും അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തികളും ഒക്കെ തന്നെയാണ് ഇതിന് കാരണമെന്ന് നമുക്ക് പറയാം. പ്രത്യേകിച്ച് കടൽ തീരങ്ങളിൽ, തീരപ്രദേശങ്ങളിലൊക്കെ തന്നെയും വലിയൊരു രീതിയിലുള്ള പ്രശ്നങ്ങൾ, ദുരിതങ്ങളൊക്കെ തന്നെയും നമ്മൾ നിരവധി തവണ റിപ്പോർട്ട് ചെയ്തതാണ്. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ യാതൊരു തരത്തിലും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മഴ പെയ്യുമ്പോൾ പകർച്ചവ്യാധികൾ പടരുവാനുള്ളൊരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വെസ്റ്റ് നൈൽ ഉൾപ്പെടെ
അമീബിക് മസ്തിഷ്ക ജ്വരം ഉൾപ്പെടെ വലിയൊരു രീതിയിലുള്ള ആശങ്ക നിലനിൽക്കുന്ന ഒരു ജില്ലയാണ്. ഡെങ്കിപ്പനി ബാധിച്ച് 2 ആഴ്ചയായി 3000-ലധികം പേരാണ് മെഡിക്കൽ കോളേജിലടക്കം ചികിത്സയിൽ കഴിഞ്ഞത്. സ്വകാര്യ ആശുപത്രികളിൽ പനി ബാധിച്ചെത്തുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല ജില്ലയിൽ മഞ്ഞപ്പിത്തം വ്യാപിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട് KP. ഈ സാഹചര്യത്തിൽ വലിയൊരു ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ഭരണകൂടം ആളുകൾക്ക് നൽകിയിരിക്കുന്നത്. എന്തായാലും 4 കൺട്രോൾ റൂമുകളാണ് ജില്ലയിൽ തുറന്നിട്ടുള്ളത് KP. യെസ്, കോഴിക്കോട് നിന്നും ദിഷ്ണിയാണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂരിൽ നിന്നും മനോജ് കൂടി ചേരുകയാണ്. മനോജ്, തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം പലയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ കലക്ടറുടെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. കലക്ടർ വിശദീകരണവും തേടിയിട്ടുണ്ട്. ഒപ്പം ഈ മഴ ഇപ്പോഴും അതിശക്തമായി തുടരുകയാണ് ജില്ലയിൽ. KP, രാവിലെ മഴയ്ക്ക് കുറച്ച് ശമനമുണ്ട്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ ആരംഭിച്ച മഴയാണ് മണിക്കൂറുകളോളം നീണ്ടുനിന്നത്. നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. വീടുകളിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതിയുണ്ടായി. ഗുരുവായൂരിലും പാവറട്ടി മേഖലയിലും അടക്കം ഈ വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി. ഇതിൽ തന്നെ ബിഷപ്പ് പാലസിന് സമീപമുള്ള മതിൽ ഇടിഞ്ഞു വീഴുകയും പല വീടുകളിലും ഈ ഭാഗികമായി തകരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ കനത്ത മഴയെ തുടർന്ന് ആശുപത്രികളിൽ ഉൾപ്പെടെ വെള്ളം കയറുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അശ്വിനി ആശുപത്രിയിലാണ് ആ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ വെള്ളം കയറിയ ഒരു സ്ഥിതി ഉണ്ടായത്. എന്തായാലും ജില്ലയിൽ ഇന്നും ഓറഞ്ച് അലർട്ട് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തര യോഗം ജില്ലാ കളക്ടർ വിളിച്ചിട്ടുണ്ട്. രാവിലെ 11:30ക്കാണ് ഈ യോഗം ചേരുക. ദുരന്ത നിവാരണ ചുമതലയുള്ള ADM കോർപ്പറേഷൻ സെക്രട്ടറി, അതോടൊപ്പം ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ അശ്വിനി ഹോസ്പിറ്റലിന്റെ അവസ്ഥയാണ്. ഇത്രത്തോളം ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്കടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായതെന്നാണ് ബന്ധപ്പെട്ടവർ നൽകുന്ന ഒരു വ്യക്തത? തീർച്ചയായും ഈ മഴ ശക്തമാകുന്ന സമയം ഇത് കഴിഞ്ഞ പ്രാവശ്യവും ഇത്തരത്തിൽ തന്നെയാണ്. അശ്വിനി ആശുപത്രിക്കുള്ളിലേക്ക് ഈ വെള്ളം കയറുന്ന സ്ഥിതിയുണ്ടായി. ഇത് തന്നെ ഈ റോഡിന് സമീപമുള്ള കാനയുടെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണമാണെന്നുള്ള കാര്യവും ഈ നാട്ടുകാരൊക്കെ ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ സെക്രട്ടറിയിൽ നിന്നും വിശദീകരണവും തേടുന്നുണ്ട്. ഇതിൽ തന്നെ ഈ വെള്ളക്കെട്ട് ഉണ്ടാകാൻ ഇടയായിട്ടുള്ള സാഹചര്യം പരിശോധിക്കുമെന്നും കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടികൾ, അതായത് ആവശ്യമെങ്കിൽ ഇനി മഴ ശക്തമായി തുടരുകയാണെങ്കിൽ ക്യാമ്പുകൾ തുറക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അടിയന്തര യോഗം ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് സ്ഥലങ്ങളിലേക്കും ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യമാണുള്ളത്. ഈ കൊച്ചിൻ ദേവസ്വം ബോർഡിന് സമീപത്തെ കടകളിലേക്ക് ഉൾപ്പെടെ ഈ വെള്ളം കയറുന്ന സ്ഥിതിയുണ്ടായി. MG റോഡ്, അതുപോലെ തന്നെ ശങ്കരയ്യ റോഡ് തുടങ്ങി ഈ നഗരത്തിൽ തന്നെ വിവിധ റോഡുകളിൽ ഇന്നലെ വെള്ളത്തിൽ മുങ്ങുന്ന സാഹചര്യമുണ്ടായി. വാഹന ഗതാഗതത്തിനും തടസ്സമുണ്ടായി. ഗതാഗത കുരുക്ക് വലിയ തരത്തിൽ ഉണ്ടായി. എന്തായാലും ഈ ഒരു മഴ ശക്തമായി തുടർന്നുകൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടതും വീടുകളിലേക്ക് വെള്ളം കയറിയതും വീടുകൾ ഭാഗികമായി തകർന്നിട്ടുള്ളതും. എന്തായാലും മഴയ്ക്ക് ഇന്ന് രാവിലെ കുറച്ച് ശമനമുണ്ടെങ്കിലും ഈ ഒരു ആശങ്കയിൽ തന്നെയാണ് ജനങ്ങളൊക്കെയും. അതുകൊണ്ട് തന്നെയാണ് അടിയന്തര യോഗം വിളിച്ചത്. ചർച്ച ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുവാൻ വേണ്ടി ജില്ലാ കളക്ടർ തയ്യാറായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ സെക്രട്ടറിയോട് വിശദീകരണവും ചോദിച്ചിട്ടുണ്ട്. ഈ നഗരങ്ങളിലെ തന്നെ ഈ കാനകളുടെ നിർമ്മാണം അത് അശാസ്ത്രീയമാണോ എന്നുള്ളത് പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വെള്ളം കയറാനുണ്ടായ സാഹചര്യങ്ങൾ ഓരോന്നും പരിശോധിക്കുന്നുണ്ട്. KP, ശരി, ഏതായാലും നിലവിൽ മഴയ്ക്ക് അല്പം ശമനമുണ്ടായിട്ടുണ്ടെങ്കിലും വെള്ളക്കെട്ട് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലാ കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണവും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മനോജാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്തിന് അഖിൽ പാറൂട്ട് മടം ചേരുകയാണ്. അഖിൽ, ഈ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും മഴ തുടരുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ മഴയ്ക്ക് ശമനമുണ്ടായാലും കുറച്ച് ദിവസം കൂടി ഈ വെള്ളക്കെട്ട് നഗരത്തെ അത്രത്തോളം ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അശാസ്ത്രീയമായ നിർമ്മാണയടക്കം അല്ലെങ്കിൽ ഒരു മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മുൻകരുതൽ നടപടികളൊന്നും നഗരസഭയുടെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള വിമർശനം കൂടിയുണ്ട്. എന്താണ് നിലവിലെ സാഹചര്യം? KP, തലസ്ഥാന നഗരത്തിൽ ഇപ്പോഴും ഞാൻ നിൽക്കുന്ന നഗര ഹൃദയമടക്കം ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നഗരത്തിലും അതുപോലെ തന്നെ മലയോര പ്രദേശങ്ങളിലും ഒക്കെ തന്നെ നല്ല മഴ ഇപ്പോഴും തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷേ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ യെല്ലോ അലർട്ടാണ് നൽകിയിട്ടുള്ളത്. വലിയ തോതിലുള്ള മഴ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഒരു മുന്നറിയിപ്പായി നൽകുന്നതും. അതോടൊപ്പം തന്നെയാണ് തെക്കൻ ജില്ലകളിൽ ഉണ്ടാകുന്ന ഈ മഴയ്ക്കു കാരണം തമിഴ്നാട് തീരത്ത്, അത് തമിഴ്നാട് തെക്കൻ തീരം മുതൽ മഹാരാഷ്ട്ര തീരം വരെയുള്ള
ന്യൂനമർദ്ദവും അതുപോലെ തന്നെ ചക്രവാത ചുഴിയും അത് കേരളത്തെ പൂർണ്ണമായും ബാധിക്കുന്നു എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ സമുദ്രനിരപ്പ്, അതായത് ഉയർന്ന കടൽ തിരമാലകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടി സമുദ്ര പഠന ഗവേഷണ കേന്ദ്രവും മുന്നറിയിപ്പായി നൽകുന്നുണ്ട്. കേരള തീരത്തെ കടൽ തിരമാല അത് ഉയർന്ന തോതിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും തലസ്ഥാന നഗരത്ത് ഇപ്പോഴും മഴയുണ്ട്. തലസ്ഥാനത്തിന്റെ നഗരഹൃദയങ്ങളിൽ ഇപ്പോഴും നല്ല മഴയുണ്ട്. അത് ചില മലയോര പ്രദേശങ്ങളിലും, അതായത് പൊന്മുടി, നെടുമങ്ങാട് പ്രദേശങ്ങളിലും അതുപോലെ തന്നെ അമ്പൂരി പ്രദേശങ്ങളിലും ഒക്കെ തന്നെ ഇപ്പോഴും മഴയുണ്ട്. എന്തായാലും നഗരഹൃദയങ്ങളിലും മലയോര പ്രദേശങ്ങളിലുമായി ഇപ്പോഴും തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം മഴ അതിശക്തമാണ്. കെ പി സൂചിപ്പിച്ച ഒരു രണ്ടാമത്തെ കാര്യം അത് പ്രധാനപ്പെട്ടതാണ്. ഞാൻ രാവിലെ തന്നെ വാർത്തയിൽ പറഞ്ഞതാണ്. തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഈ പെയ്തിറങ്ങുന്ന മഴ കൃത്യമായി അത് ഓടകളിലൂടെ അത് ഒഴുകിപ്പോകാനുള്ള ഒരു സംവിധാനം തിരുവനന്തപുരത്ത് പൂർണ്ണമായും പരാജയപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം നഗരം പൂർണ്ണമായും വെള്ളക്കെട്ടിനടിയിലേക്ക് ആകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്. എന്തായാലും ഈ ശക്തമായ മഴയിൽ കുറച്ചുകൂടി അത് വർദ്ധിച്ചാൽ അത് വലിയ തോതിൽ അത് ജനജീവിതത്തെ ബാധിക്കും. കടകമ്പോളങ്ങളും അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും വെള്ളം കയറിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വീടുകളിലേക്കടക്കം വെള്ളം കയറിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ ആളപായത്തിലേക്ക് പോലും പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാൻ സാധ്യത. കെ പി യെസ്, തിരുവനന്തപുരത്ത് നിന്നും അഖിൽ പാലോട്ടമടമാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ ഇടുക്കിയിൽ നിന്നും സുബിൻ തോമസ് കൂടിച്ചേരുകയാണ്. സുബിൻ, ഈ മലങ്കര ഡാമിലെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഷട്ടറുകൾ ഉയർത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ജില്ലയിലെ ഒരു സാഹചര്യം എങ്ങനെയാണ്? ജില്ലയിൽ നിലവിൽ ഇപ്പോൾ ലോ റേഞ്ച് മേഖലയിലാണ് മഴയുള്ളത്. ഹൈറേഞ്ച് മേഖലയിലേക്ക് നിലവിൽ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ലോ റേഞ്ചിൽ തൊടുപുഴ അതുപോലെ തന്നെ മൂവാറ്റുപുഴ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് നിലവിൽ ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ജില്ല ഇപ്പോൾ ഓറഞ്ച് അലർട്ടിലാണുള്ളത്. ഈ മഴ ലോ റേഞ്ചിൽ ശക്തമായി മഴ പെയ്യുന്നത് കൊണ്ട് ഈ ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് നിലവിൽ ഇപ്പോൾ മലങ്കര ഡാമിന്റെ 2 ഷട്ടറുകൾ കൂടി തുറന്നിട്ടുള്ളത്. 2 ഷട്ടറുകൾ നേരത്തെ തുറന്നിരുന്നു. ഏകദേശം 20 സെന്റിമീറ്ററോളം ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ടായിരുന്നു. ഇതുകൂടാതെ വെള്ളത്തിന്റെ വരുന്ന അളവ് കൂടിയത് കൊണ്ടാണ് നിലവിൽ ഇപ്പോൾ മറ്റ് 2 ഷട്ടറുകൾ കൂടി 20 സെന്റിമീറ്റർ വീതം തുറന്നുകൊണ്ട് ഈ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ജാഗ്രതാ നിർദ്ദേശവും ഇതിന്റെ തീരപ്രദേശങ്ങളിലുള്ളവർക്ക് നൽകിയിട്ടുണ്ട്. തൊടുപുഴ മൂവാറ്റുപുഴ ആറിന്റെ തീരപ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന ഒരു നിർദ്ദേശമാണ് നിലവിൽ നൽകിയിട്ടുള്ളത്. കൂടാതെ ഈ മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള ഉണ്ടാവാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഹൈറേഞ്ച് മേഖലയിലും കടുത്ത നിയന്ത്രണങ്ങൾ നിരീക്ഷണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ഹൈറേഞ്ച് മേഖലയിൽ മഴ മാറി നിൽക്കുന്നു ഇടുക്കി ജില്ലയിൽ. ലോ റേഞ്ച് മേഖലയിൽ ശക്തമായ മഴ പെയ്യുന്നുമുണ്ട്. യെസ്, ഇടുക്കിയിൽ നിന്ന് സുബിൻ തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.